വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈൻ മാനിയ. അർണോൾഡ് സ്റ്റെയിനിലേക്ക് പോകുന്ന വഴിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന പാലം ചുറ്റുപാട് ആൽപ്സ് പർവ്വതനിരകളും. ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇറ്റലിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വെനീസ് പട്ടണത്തിലേക്ക് പോയിട്ട് ഞങ്ങൾ തിരികെ വരികയായിരുന്നു. തിരികെ വരുമ്പോഴാണ് ഓസ്ട്രിയ വഴി ജർമ്മനിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചത്. ഓസ്ട്രിയയിലേക്ക് വരുന്ന വഴി തന്നെയാണ് നമുക്ക് സ്ലൊവേനിയയിലേക്കും പോകും. ഓസ്ട്രിയ, സ്ലൊവേനിയ തുടങ്ങിയ വഴികളിലേക്ക് വരുന്നതിനായി വേൾഡ് യുനെസ്കോ പൈതൃക പാതയായിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ ഞങ്ങൾ വരാനിടയായി. മെയിൻ റോഡിൽ നിന്നും അല്പം വളഞ്ഞു കിടക്കുന്ന ഒരു ചെങ്കുത്തായ വഴിയിലൂടെ കയറി ഞങ്ങൾ മേളിലെത്തി. ഇത് കുറച്ച് ഡോർഫുകൾ അഥവാ മലഞ്ചെരുവിലെ കുറച്ച് വീടുകളിലേക്ക് മാത്രമായി ഗവൺമെൻറ് നിർമ്മിച്ച 9 മില്യൺ യൂറോയുടെ പ്രോജക്റ്റ് ഉൾപ്പെടുന്ന ഒരു വഴിയാണ്. അവിടെ നിന്നും തിരിച്ചിറങ്ങിയാൽ കൂടി വളരെ മനോഹരമായ ഇൻഡിഗോ കളറിലുള്ള വാട്ടർഫാളുകളും വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കളർ തന്നെ വളരെ വശ്യതയും മനോഹാരിതയും നിറഞ്ഞതാണ്. നമുക്ക് ചായ കുടിക്കാൻ സമയമായാൽ പോലും ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു ഷോൾഡർ ലൈനിൽ നിന്നും 3 മീറ്റർ മാറി വേണം വണ്ടിയുടെ വീല് അല്ലെങ്കിൽ ബോഡി സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതും ഫൈന് ഈടാക്കുന്നതുമാണ്. ഈ ഒരു സ്ഥലങ്ങളിലൊന്നും നിർത്താൻ പാടുള്ളതല്ല. ബോർഡർ ഷോൾഡർ ലൈൻ കണ്ടുകൊണ്ടും മേലിലുള്ള മനോഹരമായ ഗ്ലേസിയർ ആൽപ്പൻ പർവ്വതങ്ങൾ കണ്ടുകൊണ്ടും സൈഡിലുള്ള മനോഹരമായ വാട്ടർഫാളുകൾ കണ്ടുകൊണ്ടും ഉന്നയിക്കുന്നത് ഞങ്ങളുടെ ടൊയോട്ട ടൂറിംഗ് സ്പോർട്സ് ഹൈബ്രിഡ്. വളരെ മനോഹരമായിട്ടുള്ള റൂട്ട് എന്ന് മാത്രമല്ല, ഹൈബ്രിഡ് കാറുകൾക്ക് പറ്റിയ റൂട്ടാണെന്നാണ് ടൊയോട്ട മാപ്പും ഇതിനെ വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള വഴികളെല്ലാം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് ഏകദേശം കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നത്. പൈൻ മരങ്ങളും മറ്റുമായി മനോഹരമായിട്ടുള്ള പാത കാണും. ഇതിൻ്റെ ഒരു വശ്യമാർന്ന മനോഹാരിത, മാനുകളും മറ്റുമുള്ള ഒരു വഴിയാണ്. അതിൻ്റെ സൈൻ ബോർഡുകളൊക്കെ വലതുവശത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചായ കുടിക്കുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഈ കാണുന്ന റോഡുകൾ ഏകദേശം യുനെസ്കോ പൈതൃക പാതയിൽപ്പെടുന്നതും സമ്മർ സമയത്ത് വേനലാദികാലങ്ങളിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള വഴിയാണ്. ആൽപ്പൻ പർവ്വതം ഇത് ഇറ്റലിയുടെ ഭാഗമാണ് കേട്ടോ. ഇത് വളരെയധികം മനോഹാരിതയോടെ നമ്മളെ ചിന്തിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്തായ കരവിധികൾ നമ്മളിലേക്ക് എത്തിക്കുന്നതുമായ ഒരു ദൃശ്യചാരുതയാണ്. വഴിയിലേക്ക് ഉള്ള ആ ഒരു ലൈറ്റിംഗ് സംവിധാനങ്ങളും ഇലക്ട്രിഫിക്കേഷനുകളും കാണാൻ വളരെ മനോഹരമാണ്. പോകുന്ന വഴിയിൽ തന്നെയാണ് ഞാനൊരു നിസാൻ്റെ നവര കാറ് കാണാനിടയായത്. അതിനടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൈഡിലുള്ള കുറച്ച് കർഷകരുടെ വീടുകളെല്ലാം കാണാനിടയായി. അത്തരം സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും അവർ കാടുകളിൽ പോയി മരങ്ങളെല്ലാം വെട്ടി അത് ശേഖരിച്ച് വിൻ്ററിലേക്കുള്ള ഹീറ്റിംഗ് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നെരിപ്പോടുകൾക്ക് വേണ്ടുന്ന തടികൾ അവർ വെട്ടി ഒതുക്കി സൂക്ഷിച്ച് വെക്കുന്നത് കാണാൻ കഴിയും. വഴിയിലൊരു ലാൻഡ് സ്ലൈഡ് കാണാനിടയായി. മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ആ റോഡ് ഇത്രയും ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഒരു ഓൾട്ടറേഷൻ ആയിട്ടുള്ള ഒരു റൂട്ട് സംവിധാനം ഗവൺമെൻറ് വെച്ചിരിക്കുന്നു. ഇത് ഇന്നലെ ഉണ്ടായതാവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെയാണ് ഗവൺമെൻറ് വേണ്ടുന്ന നടപടികൾ എടുത്തുകൊണ്ട് അടുത്ത ഒരു ഓൾട്ടറേഷൻ വേ നമ്മൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. വളരെ മികച്ച ഹൈവേയുടെ റെസ്പോൺസ് ടീമുള്ള ഒരു രാജ്യമാണ് ഇറ്റലി, ജർമ്മനി, സ്ലൊവേനിയ, സ്വിറ്റ്സർലൻഡ്, ഹംഗറി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ. വളരെ പെട്ടെന്ന് തന്നെ അവർ ഇത് ക്ലിയർ ചെയ്തു. മുന്നോട്ട് നീങ്ങി വഴിയിലുള്ള മനോഹരമായ കോട്ടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വഴിയിലൊരു വാട്ടർഫാൾസ് കാണാനിടയായി.
അത് മാത്രമല്ല ഈ ഒരു എസ് വളവല്ല ഒരു ഫുൾ യൂ ടേൺ അതിലൂടെ വരുന്ന കാറിനെ ഈ ഒരു ടണലിലൂടെ കയറിയാണ് ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത്. അവിടെ ആ ഒരു പാറയ്ക്ക് ഇടിവ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ മേളിലേക്ക് പോകുമ്പോൾ വീണ്ടും ടണലുകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യചാരുതയാണ്. വശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് വെള്ള പുതച്ച മലഞ്ചെരുവുകൾ കാണാം, ആൽപ്പൻ പർവ്വതങ്ങൾ. അതിൻ്റെ സൈഡിലായിട്ട് കേബിൾ കാറുകളും മറ്റും അവിടെ ഒരു കേബിൾ കാർ ഗ്ലേസിയറും ഐസും നിറഞ്ഞിട്ടുള്ള ആ ഒരു പർവ്വത നിരകളാണ് കാണുന്നത്. പൈൻ മരങ്ങൾ മൊത്തം ഐസിനാൽ മൂടപ്പെട്ട് കിടക്കുന്നു. ഇതൊരു ഭയങ്കര ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ ഒരു കണ്ണിന് വളരെ മനോഹാരിത നിറയ്ക്കുന്ന ഒന്നാണ്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മേളിലേക്ക് വീണ്ടും കയറണം. കാരണം ഈ മലയിലൂടെ കുറച്ച് ഉൾഭാഗത്തായിട്ട് അവർ ഡ്രില്ല് ചെയ്തിട്ട് ഇതിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മല ഇടിയാതിരിക്കാനും ഈ ഒരു മലയ്ക്കുള്ളിൽ വാട്ടർ കണ്ടൻറ്റ് തങ്ങി നിന്നുകൊണ്ട് ഉരുൾപൊട്ടലുകളും മറ്റും തടയുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു വശങ്ങളിലൂടെ പോകുമ്പോഴുള്ള ഇത്തരത്തിലുള്ള ബീമുകളും ചരിവ് നിറഞ്ഞ ഇത്തരത്തിലുള്ള പ്രതലങ്ങളും നമ്മളുടെ വണ്ടിയുടെ മേലിൽ പാറ വീഴാതിരിക്കാനും മറ്റു വലിയ ഹെവി ഡാമേജസ് ഉണ്ടാക്കി നമ്മളെ മരണത്തിൽ വേണ്ടി സംരക്ഷിക്കുന്ന ഒന്നാണ്. വഴിയിൽ കണ്ട ക്രിസ്മസ് കാഴ്ചകളാണത്. ക്രിസ്മസിൻ്റെ അതേ രൂപഭംഗിയിൽ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള പൈൻ വൃക്ഷങ്ങളും അതിന് മേളിൽ നിറയെ ഐസ് കെട്ടുകളും കാണാൻ പറ്റും. ഐസുകളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിലൂടെ നടക്കുമ്പോൾ കിർക്കിർ എന്ന് പറയുന്ന പൊടിയുന്ന ശബ്ദം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എക്സ്മസിന് പറ്റുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. ഏറ് നിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ഐസായിട്ട് പിന്നെ ടെമ്പറേച്ചറിൽ വ്യത്യാസം സൂര്യനെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഇങ്ങനെ ആ മഞ്ഞ് വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. റീൽസ് എടുക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സര ആശംസകളുടെയും ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. അവളവിടെ കിടന്ന് മറിയാണ് കേട്ടോ, ഐസിൽ കിടന്ന്. ഞാൻ റീൽസ് എടുത്ത് തകർക്കുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ രണ്ടിനെ. ഇതിനിടയ്ക്ക് ബോറടിച്ച് സൗരി ഇങ്ങനെ നിൽക്കുകയാണ് വൈഫായിട്ടുള്ളത്. അവളുടെ തന്നെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പതുക്കെ തകർത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വീണ്ടും എങ്ങനെയൊക്കെ ഇൻട്രൊഡക്ടറി വീഡിയോ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് പണ്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം 1 വർഷം പഴക്കമുണ്ട്. 1 വർഷം പഴക്കമുണ്ടെങ്കിലും അതിപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അതിലൊരിക്കലും നാണക്കേട് വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ വീണ്ടും ഇതുപോലെ വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈൻ മാനിയ പഠിക്കുന്നത് ഇതേപോലുള്ള വീഡിയോകളിലൂടെ ആണല്ലോ. കാണാൻ പറ്റുന്ന വഴിയാണോ? വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ്. ഇത് ഒരു രക്ഷയില്ല. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. വെള്ളച്ചാട്ടമൊക്കെ ഇനിയിപ്പോൾ കാണാമല്ലോ. മനോരമേ ഞാൻ നിങ്ങളെ എടുക്കാം. നമ്മള് ഇത്ര ആൾക്കാരുന്ന വെള്ളച്ചാട്ടം കണ്ടാ. പോളണ്ട് 2017 അവര് വന്നതിന്റെ ഓർമ്മയ്ക്കൂടെ അടിച്ചിരിക്കുകയാണ്. സ്കെച്ചുണ്ടോ? സ്കെച്ച്
അവിടെ എഴുതി വെച്ച്